നാച്ചുറൽ എക്സസൈസ് എന്ന നമ്മുടെ ഈ പുതിയ പ്ലേലിസ്റ്റിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ ഷെയർ ട്രേഡിങ്ങിൻ്റെ, ഇൻഡെക്സ് ട്രേഡിങ്ങിൻ്റെ, ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഒക്കെ വീഡിയോൻ്റെ കൂടെ ഇത്തരത്തിലുള്ള വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യരുത് എന്ന് നമ്മളുടെ വ്യൂവേഴ്സ് കമൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പുതിയ പ്ലേലിസ്റ്റിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നാച്ചുറൽ എക്സസൈസ് ഈസ് മൈ മെഡിസിൻ എന്ന ഒരു കൺസെപ്റ്റിലായിരിക്കും ഇതിനകത്തെ വീഡിയോസ്. ഇതിൽ നമ്മൾ കാണിക്കുന്ന എക്സസൈസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് മടിയന്മാർക്കും മടിച്ചികൾക്കും ഉള്ള എക്സസൈസ് ആയിരിക്കും. നമുക്കറിയാം, ഇനിയുള്ള കാലം എക്സസൈസിൻ്റെ പ്രാധാന്യം പലരും ഇനി അധികമായി പഠിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ വരുന്ന ഒരു സമയമാണ് ഇനി വരുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചാണെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത് അത് ചെയ്യാൻ വളരെ മടിയുള്ളൊരു കാര്യമാണ്. അവരെ സംബന്ധിച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം വന്നതിന് ശേഷം, BP-യോ കൊളസ്ട്രോളോ ഷുഗറോ ഒക്കെ വന്നതിന് ശേഷം മാത്രം അതിരാവിലെ എണീക്കുന്നു, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, അങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് അധികം മടിയന്മാരും മടിച്ചികളുമാണ്. ഒരു 10% പേരാണ് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ ഒരു 5% നോക്കുകയാണെങ്കിൽ വളരെ വലിയ തോതിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിലാണ് ചെയ്യുന്നത്. ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ പിരിപ്പിച്ച് കാണിക്കുന്ന എക്സസൈസുകൾ. ഈ വീഡിയോയിൽ കാണിക്കുന്ന എക്സസൈസുകൾക്ക് അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. വളരെ നാച്ചുറലായിട്ട് എക്സസൈസിൻ്റെ പ്രാധാന്യം കാണിക്കുന്ന വീഡിയോസ് ആയിരിക്കും. ആദ്യമേ എക്സസൈസിൻ്റെ പ്രാധാന്യം ആദ്യമേ ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ, അത് നമ്മളുടെ രക്തപ്രവാഹത്തെ സുഗമമാക്കുന്നു. അത്രയും കാര്യം അത് ചെയ്യുന്നുള്ളൂ. നമ്മുടെ രക്തപ്രവാഹത്തെ അത് വർദ്ധിപ്പിക്കുന്നു. ഈ പറഞ്ഞ 3 രോഗങ്ങൾ, ഇന്ന് മലയാളികൾ അനുഭവിക്കുന്ന ഈ 3 രോഗങ്ങൾ, ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, BP ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ട്രൈഗ്ലിസറൈഡ്, HDL, LDL, ഷുഗർ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം രക്തപ്രവാഹമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കൊളസ്ട്രോൾ എങ്ങനെ? രക്തത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നു. ഷുഗർ എങ്ങനെ? രക്തത്തിൽ ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുന്നു. ഇനി ബ്ലഡ് വെസൽസിൽ പ്രഷർ കൂടുന്നതാണ് BP എന്ന് പറയുന്നത്. 3ഉം രക്തപ്രവാഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം നമ്മുടെ രക്തപ്രവാഹത്തെ വർദ്ധിപ്പിക്കുന്ന ചെറിയ ഒരു എക്സസൈസാണ് നമ്മൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ആദ്യം ഈ എക്സസൈസ് ഒന്ന് കാണുക. ഇത് കണ്ടതിന് ശേഷം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ മതി, ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാ മടിയന്മാരും മടിച്ചികളും എല്ലാവരും ആദ്യം നമ്മളുടെ ഈ എക്സസൈസ് നമുക്കൊന്ന് കാണുക. അപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ എണീക്കാൻ മടിയുള്ളവരാണോ? വിട്ടുകളാ. നിങ്ങൾക്ക് രാവിലെ എണീറ്റ് നിങ്ങൾ നടക്കാൻ മടിയുള്ളവരാണോ? ഓടാൻ മടിയുള്ളവരാണോ? ഒരു കുഴപ്പമില്ല, ഈ എക്സസൈസ് ചെയ്താൽ മതി. നിങ്ങൾ 6:45 എണീറ്റാൽ മതി, 6:50 എണീറ്റാലും മതി. വെറും 3 മിനിറ്റും കൊണ്ട് നിങ്ങളുടെ രക്തപ്രവാഹത്തെ എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും, നിങ്ങളുടെ ഹൃദയമിടിപ്പ് എങ്ങനെ ചുരുങ്ങിയ സമയത്തിൽ നിന്ന് കൂട്ടാൻ കഴിയും എന്നൊരു എക്സസൈസാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. ഇന്ന് നമ്മളിത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് കാണിക്കുന്ന ഒരു സംഗതിയാണ് റിവേഴ്സ് ജമ്പിങ്, പുറകോട്ട് ചാടുന്ന ഒരു എക്സസൈസ്. സമയം നോക്കാം, എത്ര സമയം കൊണ്ട് ഇത് ചെയ്യുന്നു നോക്കാം. ഒരു 3 പ്രാവശ്യം, ഒരു 10 മീറ്റർ വെച്ച് 3 പ്രാവശ്യം പുറകോട്ട് ചാടുന്ന ഒരു എക്സസൈസ്. കൈകൾ പിറകിൽ കിട്ടുക. വീട്ടിലെ ലിവിങ് റൂമിലോ ഹോളിലോ നിങ്ങൾക്ക് ചെയ്യാം, മുറ്റത്ത് ചെയ്യാം. ഒരു വീട്ടിലെ ഹോളിലാണെങ്കിൽ 2x2 ടൈലാണ് ഇട്ടേക്കണമെങ്കിൽ 2 ടൈല്, 4x2 ആണെങ്കിൽ ഒരു 2 ടൈലിൽ ഒരു ചെറിയ ട്രാക്ക് മനസ്സിൽ കണ്ടിട്ട് മുമ്പോട്ടും പുറകോട്ടും 3 പ്രാവശ്യം. 10 മീറ്റർ കിട്ടുമെങ്കിൽ 3 പ്രാവശ്യം, 5 മീറ്റർ ആണ് കിട്ടുമെങ്കിൽ ഒരു 5 or 6 പ്രാവശ്യം ചാടുക. ജസ്റ്റ് കൈകൾ പുറകോട്ട് കെട്ടിയിട്ട് ചാടുക. രണ്ട് മിനിറ്റ്. നിങ്ങൾ രാവിലെ 1 മണിക്കൂർ ഓടുന്ന ആളാണെങ്കിൽ
നിങ്ങൾക്കതിന് മടിയുണ്ടെങ്കിൽ, രാവിലെ നിങ്ങൾ നടക്കാൻ പോകുന്നവരാണെങ്കിൽ അതിന് നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ 2 മിനിറ്റ് എടുക്കുന്നുള്ളൂ. ചെറിയൊരു ട്രാക്കിൽ, ഒരു 10 മീറ്ററുള്ള ട്രാക്കിൽ ഒരു 2 പ്രാവശ്യം ഒന്ന് ചാടി നോക്കുക. ഇത് ചാടി ആ ഹൃദയമിടിപ്പ് കൂടുന്ന ഫീല് കിട്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്പിൾ എക്സസൈസ് അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇതാദ്യം എല്ലാ മടിയന്മാരും മടിച്ചിടും. ഈ എക്സസൈസ് ഒന്ന് ചെയ്തിട്ട് ഒരു ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ വീഡിയോ വരുന്നുണ്ട് അടുത്തത്. സിമ്പിളായിട്ട് F&O സെഗ്മെൻറ്റിലെ സ്ട്രാറ്റജീസ് എങ്ങനെയാണെന്ന് പറയുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.